ഹായ് എല്ലാവർക്കും ടെക് ഇൻസിൽ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. SCRT ന്യൂ SCRT ടെക്സ്റ്റ് ബുക്ക് സീരീസ് ആണ് എടുക്കുന്നത്. 9th സ്റ്റാൻഡേർഡ് ന്യൂ SCRT ടെക്സ്റ്റ് ബുക്കിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് 2 ചാപ്റ്റർ 1 ലോകത്തിന്റെ നെറുകയിൽ അതിന്റെ പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 2 ആണ്. ചാപ്റ്റർ 1 ലോകത്തിന്റെ നെറുകയിൽ അതിന്റെ പാർട്ട് 2 എടുക്കുകയാണ്. പാർട്ട് 1 ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഇതുവരെ എടുത്തതാണ്. ഹിമാദ്രി ഹിമാചൽ സിവാലിക് വരെ. ഇനി ഹിമാലയത്തിന്റെ പിറവി മുതലാണ് ഈ വീഡിയോയിലുള്ളത്. ഹിമാലയത്തിന്റെ പിറവി. ലോകത്തിന്റെ ഉയരമേറിയ പർവ്വതനിരകളിൽ ഒന്നാണ് ഹിമാലയ. ഹിമാലയ പർവ്വതം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ ഉയരമേറിയ പർവ്വതനിരകളിൽ ഒന്നാണ് ഹിമാലയം. ശിലാമണ്ഡല ഫലകങ്ങൾ അഥവാ ടെക്ടോണിക് പ്ലേറ്റ്സ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അതിന്റെ ശിലാമണ്ഡല ഫലകങ്ങളുടെ. ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോടെ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം. അപ്പൊ ശിലാമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം. ഇപ്പൊ ശിലാമണ്ഡലം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ശിലാമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. പൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലം എന്ന് പറയുന്നത് ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത്. ഇതെന്ന് പറയുന്ന ഒത്തിരി കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുണ്ടെന്നാണ്. ശിലാമണ്ഡലങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. വൻകര ഭാഗവും കടൽത്തറ ഭാഗവും ഉൾക്കൊള്ളുന്നതോ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ ആണ് ഈ ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് പറയുന്നത്. താഴെ വന്നു കഴിഞ്ഞാൽ പ്ലേറ്റ് ടെക്ടോണിക്സ് ചലനം ഭൗമശിലാപാളികളുടെ ചലനമാണ് ഇതിന് ഉദാഹരണം. ഇതിന്റെ ശിലാമണ്ഡല ഫലകങ്ങളിലെ ഭൗമശിലാപാളികളുടെ ചലനമാണ് ഇതിന് ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത്. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്നറിയപ്പെടുന്നത്. അതായത് ടെക്ടോണിക് പ്ലേറ്റ്സ് എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്നറിയപ്പെടുന്നത്. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ടെക്ടോണിക് ഫലകങ്ങൾ എന്നറിയപ്പെടുന്നത് വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്നറിയപ്പെടുന്നത്. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അസ്തനോസ്ഫിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അപ്പൊ അസ്തനോസ്ഫിയറിന്റെ എങ്ങനെ നിലകൊള്ളുന്നേ? ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. അസ്തനോസ്ഫിയർ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അസ്തനോസ്ഫിയർ എന്ന് പറയുമ്പോൾ അർദ്ധദ്രവാവസ്ഥയിലാണ്. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ. ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറഞ്ഞാൽ. ഈ അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഫലകചലനം മൂലം ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ സജീവമാണ്. 3 തരം ഫലക അതിരുകളാണുള്ളത്: സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ എന്നിവ. അപ്പം 3 തരം ഫലക അതിരുകളാണുള്ളത്. ഏതൊക്കെയാണ്? സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ എന്നിവയാണ് 3 തരം ഫലക അതിരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 3 തരം ഫലക അതിരുകൾ സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ എന്നിവയാണ്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. സംയോജക സീമ കൺവർജന്റ് മാർജിൻ, വിയോജക സീമ ഡൈവർജന്റ് മാർജിൻ, ഛേദക സീമ ട്രാൻസ്ഫോം മാർജിൻ. ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ് സംയോജക സീമ. പേര് പോലെ തന്നെ സംയോജിച്ചിരിക്കും. ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ് സംയോജക സീമ. വിയോജക സീമ എന്ന് പറയുമ്പോൾ അകന്നു പോകുന്നതാണ്. ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളാണ് വിയോജക സീമ. ഇത് കണ്ടോ ആരോ കൊടുത്തേക്കുന്നേ? ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്നതിന്റെയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ. അത് സംയോജക സീമ. ഫലകങ്ങൾ തമ്മിൽ അകന്നു പോകുന്നതാണ് വിയോജക സീമ. ഛേദക സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകളാണ്. കണ്ടോ? ഒരു ഫലകം അങ്ങോട്ടും ഒരു ഫലകം ഇങ്ങോട്ടും തിരശ്ചീനമായിട്ട് ഉരസി മാറുന്ന അതിരുകളുള്ളതാണ് ഛേദക സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 3 തരം ഫലക അതിരുകളാണുള്ളത്: സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ എന്നിവ.
നീ സംയോജക സീമയെ പറ്റി പറയുന്നത്. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട്. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വത നിരകളാണ് മടക്ക് പർവ്വതങ്ങൾ അഥവാ ഫോൾഡ് മൗണ്ടൻസ്. അത് മടക്ക് പർവ്വതങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം അഥവാ ഫോൾഡിംഗ് സംഭവിക്കാറുണ്ട്. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വത നിരകളാണ് മടക്ക് പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഏകദേശം 150 മുതൽ 160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന തെതീസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. അപ്പൊ ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത് എങ്ങനെയാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 150 മുതൽ 160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യ ആസ്ട്രേലിയൻ വൻകരയിൽ ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന തെതീസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. ഹിമാലയ പർവ്വത രൂപീകരണത്തിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തെതീസ് സമുദ്രം കണ്ടോ? തെതീസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വന്ന ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലവും അടുത്ത് വന്നപ്പോൾ വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ രണ്ട് ഫലകങ്ങളുടെ ഇടയിൽ നിലകൊണ്ടിരുന്ന തെതീസ് സമുദ്രം ഉയർന്നു വന്നു തുടങ്ങി. കണ്ടോ? ഇന്ത്യൻ ഫലവും യുറേഷ്യൻ ഫലവും അടുത്ത് വന്നപ്പോൾ തെതീസ് സമുദ്രത്തെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളും. ഇവിടെ ഗിരികന്ധരങ്ങൾ എന്നൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഹിമാലയ നിരയ്ക്ക് കുറുകെയുള്ള ഒരു ഗിരികന്ധരത്തിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹിമാലയ പർവ്വത നിരയ്ക്ക് കുറുകെയുള്ള ഒരു ഗിരികന്ധരം, ഒരു ഗുഹ പോലെ, പർവ്വതത്തിന്റെ ഇടയ്ക്കുള്ള ചെറിയൊരു ഗുഹ പോലെ, അത് ഗിരികന്ധരം എന്ന് പറയുന്നത്. ആ ഗിരികന്ധരങ്ങൾ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെ ഹിമാലയ പർവ്വതനിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പൊ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദികളാണ് സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ. അപരദനത്തിലൂടെ ഹിമാലയ പർവ്വതനിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദികളാണ് സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ. ഹിമാലയ പർവ്വതനിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഗിരികന്ധരങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ്. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ. ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളും. ഗിരികന്ധരങ്ങൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം ഗിരികന്ധരങ്ങൾ എന്താണെന്നുള്ളത്. ഇവിടെ സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികളാണ് ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളും. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ പർവ്വത നിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ അഥവാ ഗിരികന്ധരങ്ങൾ നിർമ്മിച്ചുകൊണ്ടൊഴുകുന്നു. പർവ്വത നിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നത്. ഇവയാണ് പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നറിയപ്പെടുന്നു. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. അതായത് ഹിമാലയവും പ്രാദേശിക ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ പർവ്വതനിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ അഥവാ ഗിരികന്ധരങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഒഴുകുന്നു. പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളെ തിരിക്കുന്നത്. ഇവയാണ് പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഹിമാലയ പർവ്വത നിരകളുടെ പ്രാദേശിക വിഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം കാണാം. ഇത് റെഡ് കളറിൽ കൊടുത്ത ട്രാൻസ് ഹിമാലയം, ഹിമാലയം പർപ്പിൾ കളർ, കിഴക്കൻ കുന്നുകൾ, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം, പടിഞ്ഞാറൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് മധ്യ ഹിമാലയം എന്നുള്ളത്. കിഴക്കൻ ഹിമാലയം ഈ കളറാണ്. കിഴക്കൻ ഹിമാലയം ആഷ് കളറില്. കിഴക്കൻ ഹിമാലയം കിഴക്കായിട്ട് കാണാം. അരുണാചൽ പ്രദേശ് ഭാഗങ്ങളിലൊക്കെ. ഇന്ത്യയുടെ മാപ്പിന്റെ കിഴക്ക് ഭാഗത്താണ് കിഴക്കൻ ഹിമാലയം. മധ്യ ഹിമാലയത്തിലാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്കൊക്കെ ഉള്ളത്. പടിഞ്ഞാറൻ ഹിമാലയമാണ് ഇവിടെ കാണുന്നത്. കാരക്കോറം, ലഡാക്ക്, ഈ ജമ്മു കാശ്മീർ, സസ്കർ നിരകൾ, ഹിമാചൽ പ്രദേശ് ഒക്കെ ഇവിടാണ്, പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ്. ഈ പിക്ചർ മനസ്സിൽ വെച്ചിരുന്നാൽ തന്നെ ഓർത്തിരിക്കാം മധ്യ ഹിമാലയം എവിടാണെന്നും കിഴക്കൻ ഹിമാലയം ഇവിടാണെന്നും പടിഞ്ഞാറൻ ഹിമാലയം ഇവിടാണെന്നും. ഹിമാലയത്തിന്റെ 3 പ്രാദേശിക മേഖലകളും അവയെ വേർതിരിക്കുന്ന നദികളുമാണ് ഇവിടെ താഴെ തന്നിരിക്കുന്നത്. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം.
ഈ പടിഞ്ഞാറ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളാണ് സിന്ധു, കാളി. അപ്പൊ സിന്ധു, കാളി എന്നീ നദികളാണ് പടിഞ്ഞാറ ഹിമാലയത്തെ വേർതിരിക്കുന്നത്. മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളാണ് കാളി, തീസ്ത എന്നിവ. കിഴക്ക് ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളാണ് തീസ്റ്റ, ബ്രഹ്മപുത്ര എന്നിവ. ഇത് കുളത്തിലുള്ളതാണ്, ഇത് പഠിക്കണം. പടിഞ്ഞാറ ഹിമാലയത്തെ വേർതിരിക്കുന്നതാണ് സിന്ധു, കാളി. മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്നതാണ് കാളി, തീസ്ത. കിഴക്കൻ ഹിമാലയത്തെ വേർതിരിക്കുന്നതാണ് തീസ്റ്റ, ബ്രഹ്മപുത്ര. പടിഞ്ഞാറ ഹിമാലയ സിന്ധു, കാളി വേർതിരിക്കുന്ന നദികൾ. മധ്യ ഹിമാലയം കാളി, തീസ്ത എന്നീ നദികളാണ് വേർതിരിക്കുന്നത്. കിഴക്കൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളാണ് തീസ്ത, ബ്രഹ്മപുത്ര എന്നിവ. താഴത്ത് വന്നു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3 മേഖലകളായി തിരിക്കുക. അതായത് ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി. കാളി നദി പറയുന്ന ഘാഗര നദിയുടെ പോഷക നദിയാണ് കാളി നദി എന്നറിയപ്പെടുന്നത്. കാളി നദി താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറ ഹിമാലയത്തെ. അപ്പോൾ പടിഞ്ഞാറ ഹിമാലയം ഉൾപ്പെടുന്ന ഇവിടെ വരെയാ ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറ ഹിമാലയത്തെ കശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3 മേഖലകളായി തിരിക്കാം. കശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നീ 3 മേഖലകളായി തിരിക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൗണ്ട് കേറ്റുവിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൗണ്ട് കേറ്റു കശ്മീർ ഹിമാലയത്തെ പറ്റി അതിൽ ആദ്യം പറയുന്നത്. കശ്മീർ ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ, ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. അതായത് കശ്മീർ ഹിമാലയത്തിന് എത്ര നീളമുണ്ട്? 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട് കശ്മീർ ഹിമാലയത്ത്. കശ്മീർ ഹിമാലയത്തെ പറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. കശ്മീർ ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ, ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുണ്ട്. കശ്മീർ ഹിമാലയത്തിന് നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700 കിലോമീറ്റർ, വീതി 500 കിലോമീറ്ററുമാണ്. മഞ്ഞു മൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ് കാരക്കോറ, സസ്കർ, ലഡാക്ക്, പീർപ്പഞ്ചൽ എന്നിവ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ, ലഡാക്ക്, പീർപ്പഞ്ചൽ എന്നിവ. ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. അപ്പം കാരക്കോറം ചോദിച്ചിട്ടുള്ളതാ. കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർപ്പഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഏതിൽ പെടുന്നതാ? കശ്മീർ ഹിമാലയത്തിൽ പെടുന്നതാ. കശ്മീർ ഹിമാലയത്തിൽ പെടുന്നതാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു. അപ്പൊ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. മൗണ്ട് കേറ്റുവിന്റെ ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. അതിന്റെ ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8611 മീറ്റർ ആണ്. ഈ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് എവിടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരക്കോറം നിരയിലാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാരക്കോറം നിരകളിലാണ്. അതിന്റെ ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8611 മീറ്റർ ആണ്. മൗണ്ട് കേറ്റുവിനെ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നീ പേരിലും അറിയപ്പെടുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. താഴെ വന്നു കഴിഞ്ഞാൽ സിയാച്ചിൻ, ബോൾട്ടോരോ തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. അപ്പോൾ കശ്മീർ ഹിമാലയത്തിലെ പ്രധാന ഹിമാനികൾ ഏതൊക്കെയാണ്? സിയാച്ചിൻ, ബോൾട്ടോരോ തുടങ്ങിയവ കശ്മീർ ഹിമാലയത്തെ പ്രധാന ഹിമാനികളാണ്. സിയാച്ചിൻ ഹിമാനിയുടെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മഞ്ഞ് മൂടിക്കിടക്കുക. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ ഹിമാനി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ ഹിമാനി എന്നറിയപ്പെടുന്നത്. സിന്ധു നദിയിലും അതിന്റെ പോഷക നദികളായ രവി, ചലം, ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്നത് ഈ ഹിമാനികളാണ്. സിന്ധുവിന്റെ 5 പോഷക നദികളുണ്ട്. സിന്ധുവിന്റെ 5 പോഷക നദികൾ ചലം, ചിനാബ്, ബിയാസ്, രവി, സത്ലജ് എന്നിവയാണ്. അതായത് സിന്ധു നദിയിലും അതിന്റെ പോഷക നദികളായ രവി, ചലം, ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാകുന്നത് ഏത് ഹിമാനികളാണ്? ഈ സിയാച്ചിൻ, വോൾട്ടോരോ തുടങ്ങിയ ഹിമാനികളാണ് ഈ
സിന്ധു നദിയിലും അതിന്റെ പോഷക നദികളായ രവി, ചലം, ചിനാബിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്നത് ഈ ഹിമാനികളാണ്. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണ്. ആ പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് ഏത് വഴിയാണ്? പർവ്വതങ്ങളിലെ ചുരങ്ങൾ വഴിയാണ്, പാസസ്. ചുരങ്ങൾ എന്തുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഗതാഗതം സാധ്യമാക്കുന്നത് ചുരങ്ങൾ വഴിയാണ്. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ. വേറൊരു ഡെഫിനിഷനാണ്, പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായമായ സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ എന്നറിയപ്പെടുന്നത്. ചുരങ്ങൾ എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായമായ സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ. പീർപ്പഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബെനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. പീർപ്പഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബെനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്. പീർപ്പഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെ, അപ്പൊ ബെനിഹാൽ ചുരമാണ് ജമ്മുവിനെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ബെനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്. ബെനിഹാൽ ചുരമാണ്. അപ്പൊ ഈ ബെനിഹാൽ ചുരം ഏത് പർവ്വതനിരയ്ക്ക് കുറുകെയാണ്? പീർപ്പഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയാണ് ബെനിഹാൽ ചുരം സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ ഒരു അറ്റ്ലസിന്റെ സഹായത്തോടെ കണ്ടെത്താൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാൽ തടാകത്തിലെ ഒരു ശിഖാരത്തോണിയുടെ പിക്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാൽ തടാകം ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ തടാകം. അപ്പൊ ശുദ്ധജല തടാകം ധാരാളം ഉണ്ട് കശ്മീർ ഹിമാലയത്തിൽ. അതിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ തടാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദാൽ തടാകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാൽ തടാകം സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. കശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ തടാകം. ഈ തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാൽ തടാകത്തിന്റെ കരയിലാണ്. കശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണിത്. ദാൽ തടാകത്തിലെ ശിഖാരത്തോണികൾ, അപ്പൊ ശിഖാരത്തോണികൾ എവിടെയാണുള്ളത്? ദാൽ തടാകത്തിലാണ്. ദാൽ തടാകത്തിലെ ശിഖാരത്തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും. അപ്പൊ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോണികളിലെ വിപണികളാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ എന്നറിയപ്പെടുന്നത്. കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്രകളാണ്. കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്രകളാണ് ഈ ദാൽ തടാകത്തിലെ ശിഖാരത്തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ദാൽ തടാകം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മു കശ്മീർ ഹിമാലയത്തിലാണ്. ജമ്മു കാശ്മീരിലെ ദാൽ തടാകം, ഈ ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഈ ദാൽ തടാകത്തിന്റെ കരയിലാണ്. കശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണിത് ദാൽ തടാകത്തിൽ കാണുന്ന ശിഖാരത്തോണി കാണും, ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളുണ്ട്. താഴെ വന്നു കഴിഞ്ഞാൽ ഗുൽമാർഗ്, ഇത് സുഖവാസ കേന്ദ്രമാണ്. ജമ്മു കാശ്മീരിലെ ഒരു സുഖവാസ കേന്ദ്രമാണ് ഗുൽമാർഗ്. വേനൽക്കാലത്തുള്ള പിക്ചറും മഞ്ഞുകാലത്തുള്ള പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. വേനൽക്കാലത്ത് തന്നെയാണ് നല്ല പൂക്കളൊക്കെ വിടർന്ന് പൂക്കൾ നല്ല മനോഹരമായിട്ടിരിക്കുന്നു. മഞ്ഞുകാലത്ത് മഞ്ഞ് മൂടിക്കിടക്കാണ്. പർവ്വതച്ചരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ. അപ്പൊ മർഗുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർവ്വതച്ചരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ. പർവ്വതച്ചരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. വേനൽക്കാലത്ത് കണ്ടോ, പർവ്വതച്ചരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ്. ഈ പുൽമേടുകളാണ് മർഗുകൾ എന്നറിയപ്പെടുന്നത്. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടപ്പെടുന്ന മർഗുകൾ, ശൈത്യകാലത്ത് ഇവിടെ എല്ലാം മഞ്ഞു മൂടിപ്പെടും ഈ മർഗുകളില്. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടപ്പെടുന്ന മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായി ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. അപ്പൊ ശൈത്യകാലങ്ങളിൽ ഈ മർഗകളിൽ മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട്. സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായി ധാരാളം സഞ്ചാരികൾ ഇത് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ ആകർഷിക്കുന്നുണ്ട്. ഇവിടെ ഈ മർഗുകളുള്ളടത്ത് ഈ പർവ്വതച്ചെരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ എന്നറിയപ്പെടുന്ന. ഈ പിക്ചർ വെച്ച് പഠിച്ചാൽ മതി. ഇത് ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടപ്പെടുന്ന മർഗുകൾ. സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായി ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. സോൺമർഗ്, ഗുൽമർഗ് എന്നിവ ഇവയിൽ ചിലതാണ്. അപ്പൊ ഗുൽമർഗ് എന്ന് പറയുന്ന സുഖവാസ കേന്ദ്രം കൂടിയാണ്. ഇത് വിനോദസഞ്ചാരികൾ ധാരാളം ഇവിടെ എത്തുന്നതാണ്. ഗുൽമർഗ്, സോൺമർഗ് എന്നിവ ജമ്മു കാശ്മീരിലാണ്. മർഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതച്ചെരിവിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ എന്നറിയപ്പെടുന്നത്. സോൺമർഗ്, ഗുൽമർഗ് എന്നിവ ഇവയിൽ ചിലതാണ്. നെക്സ്റ്റ് വൺ ഹിമാചൽ ഹിമാലയം. കശ്മീർ ഹിമാലയത്തെ പറ്റി നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഹിമാചൽ ഹിമാലയം. പ്രധാനമായി ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാചൽ ഹിമാലയം. ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഭാഗമാണ് ഹിമാചൽ ഹിമാലയം എന്നറിയപ്പെടുന്നത്. ഹിമാചൽ ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാചൽ ഹിമാലയം. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികളാണ് ചിനാബ്, രവി, ബിയാസ് എന്നിവ. ഇത് സിന്ധുവിന്റെ പോഷക നദികളാണ് ചിനാബ്, രവി, ബിയാസ് എന്നിവ. അപ്പൊ ഈ ഹിമാചൽ ഹിമാലയ പർവ്വത പ്രദേശത്തെ പ്രധാന നദികളാണ് ചിനാബ്, രവി, ബിയാസ് എന്നിവ. ഈ പ്രദേശത്തെ പർവ്വത നിരകളാണ് ധൗളാധർ, പീർ പഞ്ചൽ എന്നിവ. പർവ്വത നിരകൾ ഏതൊക്കെയാണ്? ഈ
ഹിമാചൽ ഹിമാലയത്തിലെ ധൗളാധർ, പീർപ്പഞ്ചൽ എന്നിവയാണ്. പർവ്വത ഭാഗങ്ങളിൽ അനേക ശുദ്ധജല തടാകങ്ങൾ കാണാം. ചന്ദ്രതാൽ, സൂരജ് താൽ എന്നിവ ഇവയിൽ ചിലതാണ്. അപ്പൊ ധാരാളം ഈ പർവ്വത ഭാഗങ്ങളിൽ ശുദ്ധജല തടാകങ്ങളുണ്ട്. ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണ്? ചന്ദ്രതാൽ, സൂരജ് എന്നിവ ഇവയിൽ ചിലതാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാരാലച്ച ചുരവും കുളു താഴ്വരയെ ലാഹുൽ സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്തങ് ചുരവുമാണ് ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ബാരാലച്ച ചുരവും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ റോഹ്താങ് ചുരം, ഇത് ഹിമാചൽ പ്രദേശിലാണ്. റോഹ്താങ് ചുരം ബാരാലച്ചില ചുരം ഇമ്പോർട്ടന്റ് ആണ്. ഹിമാലയത്തിലെ പ്രധാന രണ്ട് ചുരങ്ങളാണ് ബാരാലച്ച ചുരവും റോഹ്താങ് ചുരവും. ഹിമാലയം എവിടെയാണുള്ളത്? ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാലയം. ഈ ബാരാലച്ച ചുരം എവിടെയാണ്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലച്ച ചുരം. കുളു താഴ്വരയെ ലാഹുൽ സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോഹ്താങ് ചുരം. അപ്പൊ ബാരാലച്ച ചുരവും റോഹ്താങ് ചുരവും ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങളാണ്. ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാലയം. ഈ ചന്ദ്രതാൽ തടാകവും റോഹ്താങ് ചുരം ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. റോഹ്താങ് ചുരം ഹിമാചൽ പ്രദേശിലാണ്. ചന്ദ്രതാൽ തടാകം എന്താണെന്ന് പറഞ്ഞ ശുദ്ധജല തടാകങ്ങളാണ്. ചന്ദ്രതാൽ തടാകം, സൂരജ് താൽ തടാകം എന്നിവ ശുദ്ധജല തടാകങ്ങളാണ്. കുളു, കംഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായ താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മണാലി എന്നിവ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. ഷിംല, മണാലി എന്നിവ ഹിമാചൽ പ്രദേശിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. കുളു, കംഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായ താഴ്വരകളും ഉണ്ട് ഇവിടെ ഹിമാചൽ പ്രദേശില്. സുഖവാസ കേന്ദ്രങ്ങളാണ് ഷിംല, മണാലി എന്നിവ. ഇവിടെ കുളു താഴ്വരയുടെ പിക്ചർ ഉണ്ട്. ഇവിടെ കുളു, കംഗ്ര, ലാഹുൽ എന്നിവ താഴ്വരകളാണ്. ശൈത്യവും മഞ്ഞുവീഴ്ച അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ചൂടുനീരുറവകൾ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ശൈത്യവും മഞ്ഞുവീഴ്ച അനുഭവപ്പെടുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ചൂടുനീരുറവകൾ കാണപ്പെടുന്നുണ്ട്. ചൂടുനീരുറവകൾ രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭ ജലത്തിന്റെ ഭാഗമാകുന്നു. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നതാണ് ചൂടുനീരുറവകൾ. ചൂടുനീരുറവകൾ എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ധാരാളം ചൂടുനീരുറവകൾ കാണാം. ഉദാഹരണം നുബ്ര താഴ്വര, മണികിരൺ. മണികിരൺ എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ചൂടുനീരുറവകൾക്ക് ഉദാഹരണമാണ് നുബ്ര താഴ്വര, മണികിരൺ, ഖീർഗംഗ. ചൂടുനീരുറവകളിൽ നിന്നുമുള്ള ഭൗമതാപോർജം, അതായത് ജിയോ തെർമൽ എനർജി, ഭൗമതാപോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഹിമാചൽ പ്രദേശിലെ മണികിരൺ ചൂടുനീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. മണികിരൺ ചൂടുനീരുറവുള്ളത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ മണികിരൺ ചൂടുനീരുറവയിൽ നിന്ന് ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചൂടുനീരുറവയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ മണികിരണിലാണ്. ഭൗമതാപോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഹിമാചൽ പ്രദേശിലെ മണികിരൺ ചൂടുനീരുറവിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചൂടുനീരുറവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴവെള്ള ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നു. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നതാണ് ചൂടുനീരുറവകൾ. ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ധാരാളം ചൂടുനീരുറവകൾ കാണാം. ഉദാഹരണമുണ്ട് ചൂടുനീരുറവകളിൽ. ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ധാരാളം ചൂടുനീരുറവകൾ കാണാം. എക്സാമ്പിൾ ആണ് നുബ്ര താഴ്വര, മണികിരൺ, ഖീർഗംഗ. ചൂടുനീരുറവകളിൽ നിന്നുള്ള ഭൗമതാപോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇതിന് എക്സാമ്പിൾ ആണ് ഹിമാചൽ പ്രദേശിലെ മണികിരൺ ചൂടുനീരുറവയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കശ്മീർ ഹിമാലയം കഴിഞ്ഞു, ഹിമാചൽ ഹിമാലയം കഴിഞ്ഞു. നെക്സ്റ്റ് ഏതാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയം. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. അപ്പൊ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഇതൊക്കെ ചോദിക്കാൻ. ഗഡ്വാൾ ഹിമാലയം എന്നറിയപ്പെടുന്നത് എന്തുവാണെന്നും കുമവൂൺ ഹിമാലയം എന്നറിയപ്പെടുന്നത് എന്തുവാണെന്നും ഒക്കെ ചോദിക്കുക. കുമവൂൺ ഹിമാലയം,
ഗഡ്വാൾ ഹിമാലയം. അപ്പൊ സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നറിയപ്പെടുന്നത്. ഇത് ചോദിക്കാം, ഏത് നദി മുതൽ ഏത് നദി വരെയുള്ള പ്രദേശമാണ് ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറഞ്ഞാൽ സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ കിഴക്കൻ ഭാഗം കുമോൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. നന്ദാദേവി, കാമെറ്റ്, ബദരീനാഥ്, കേദാർനാഥ് തുടങ്ങി ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടികൾ ഏതൊക്കെയാണ്? നന്ദാദേവി കൊടുമുടി, കാമെറ്റ് കൊടുമുടി, ബദരീനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. നൈനിത്താൽ തടാകം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിക്ചറിൽ. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിത്താൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. അപ്പൊ ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗോത്രി, യമുനോത്രി എന്നിവിടങ്ങളിൽ നിന്നാണ്. ഗംഗാ നദി ഉത്ഭവിക്കുന്ന ഗംഗോത്രിയിൽ നിന്ന്, യമുനാ നദി ഉത്ഭവിക്കുന്ന യമുനോത്രിയിൽ നിന്നാണ്. തുടങ്ങിയ ഹിമാനികളും നൈനിത്താൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകം, ഈ നൈനിത്താൽ തടാകം ശുദ്ധജല തടാകമാണ്. ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ടെന്ന്. അപ്പൊ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള കൊടുമുടികൾ ഏതൊക്കെയാണ്? നന്ദാദേവി, കാമറ്റ്, ബദ്രീനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടി ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. താഴെ വന്നു കഴിഞ്ഞാൽ ലെസർ ഹിമാലയത്തിന് സിമാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ എന്നറിയപ്പെടുന്നത്. ഡൂൺസ്. ലെസർ ഹിമാലയത്തിന് സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ. ഇത് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഡൂണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂൺ ഇതിൽ പ്രസിദ്ധമാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഡെറാഡൂൺ എവിടെയാണ്? ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂണ് ഇങ്ങനെ രൂപം കൊണ്ട ഡൂണാണ്. ലെസർ ഹിമാലയത്തിന് സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂൺ ഇതിൽ പ്രസിദ്ധമാണ്. ഡൂണുകൾ എങ്ങനെ രൂപം കൊള്ളുന്നത്? ലെസർ ഹിമാലയത്തിന് സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ് ഡെറാഡൂൺ. ഇത് പ്രസിദ്ധമാണ്. ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ. അപ്പൊ ബുഗ്യാൽ എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണപ്പെടുന്ന ഉയർന്ന പർവ്വതച്ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ. ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്തുന്നു. അപ്പൊ ശൈത്യകാലം ആകുമ്പോൾ ഇത് മഞ്ഞിനടിയിലായിപ്പെടുന്ന ഈ പുൽമേടുകളെല്ലാം, ശൈത്യകാലത്ത് മഞ്ഞിനടിയിലായിപ്പെടുന്ന ഈ പുൽമേടുകൾ അതായത് ബുഗ്യാല്. ഈ ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്തുന്നു. ഉദാഹരണം തന്നിട്ടുണ്ട്, ദയാര ബുഗ്യാൽ, ഗോർസോൺ ബുഗ്യാൽ എന്നിവയാണ്. ഉദാഹരണം ദയാര ബുഗ്യാൽ, ഗോർസോൺ ബുഗ്യാൽ. അപ്പൊ ബുഗ്യാൽ എന്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന പർവ്വതച്ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ. ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്തുന്നു. ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് ഗഡ്വാൾ മേഖലയിലെ ഒരു ബുഗ്യാല് കൊടുത്തിട്ടുണ്ട്. ഇത് ശൈത്യമാകുമ്പോൾ മഞ്ഞ് മൂടിക്കിടക്കും. വിനോദസഞ്ചാരത്തിനായി ഇത് ഉപയോഗിക്കുന്നുണ്ട് മഞ്ഞ് മൂടിക്കിടക്കുമ്പോൾ. ബുഗ്യാലും ആട്ടിടയന്മാരും ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ വൃക്ഷരേഖയ്ക്കും ഹിമരേഖയ്ക്കും ഇടയിൽ, അതായത് ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4000 മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഗഡ്വാൾ മേഖലയിൽ ബുഗ്യാൽ എന്നറിയപ്പെടുന്നതാണ്. ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടുന്ന ബുഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ പച്ച പുതച്ച് പുൽമേടുകളായി മാറുന്നു. അപ്പൊ ശൈത്യകാലത്ത് മഞ്ഞു മൂടും, പിന്നെ വേനൽക്കാലം ആകുമ്പോൾ മഞ്ഞുരുകിയിട്ട് അത് പച്ച പുതച്ച് പുൽമേടുകളായി മാറുന്നു. ഈ അവസരങ്ങളിൽ താഴ്വാരങ്ങളിൽ നിന്നും ആട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളുമായി ബുഗ്യാലുകളിൽ എത്തുന്നു. അപ്പം മഞ്ഞൊക്കെ മാറി പുല്ലൊക്കെ ആവുമ്പോൾ അവിടെ ആട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളുമായി ബുഗ്യാലുകളിൽ എത്തുന്നു. താഴ്വാരങ്ങൾ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകളിൽ ഇവർ താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തുമൃഗങ്ങളോടൊപ്പം വസിക്കുന്നു. മഞ്ഞുകാലാരംഭത്തോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ താഴ്വാരങ്ങളിൽ വസിക്കുന്നു. അപ്പൊ മഞ്ഞുകാലം ആകുമ്പോൾ അവർ താഴ്വാരത്ത് വസിക്കും. മഞ്ഞുകാലം മാറി വേനൽക്കാലം ആകുമ്പോൾ അവർ ഈ പച്ചപ്പുള്ള ബുഗ്യാലുകളിൽ അവർ പാർപ്പിടങ്ങളൊക്കെ ഒരുക്കി വളർത്തുമൃഗങ്ങളോടൊപ്പം താമസിക്കുന്നു. വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ ട്രാൻസ്ഹ്യൂമൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വേനൽക്കാലത്ത് അവര് പിന്നെ പുൽമേടുകളിൽ വരും, മഞ്ഞുകാലത്ത് താഴ്വാരങ്ങളിൽ താമസിക്കും. ഇങ്ങനെ വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെയാണ് ട്രാൻസ്ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ട്രാൻസ്ഹ്യൂമൻസ് എന്തുവെന്ന് പഠിക്കണം. ഈ ഇടയന്മാരുടെ രണ്ട് സ്ഥലത്തേക്കുള്ള
ഇത് കാലിക ദേശാടനത്തെയാണ് ട്രാൻസ്ഹ്യൂമൻസ് എന്ന് പറയുന്നത്. ബുഗ്യാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബുഗ്യാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതച്ചെരുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാലുകൾ. ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലെ വിനോദസഞ്ചാരത്തിനായി ഉപയോഗപ്പെടുത്തുന്നു. ദയാര ബുഗ്യാൽ, ഗോർസൺ ബുഗ്യാൽ എന്നിവ ഉദാഹരണങ്ങളാണ്. താഴെ വന്നിരിക്കുന്ന മധ്യ ഹിമാലയത്തെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അടുത്തത് മധ്യ ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളി നദി മുതൽ തീസ്ത നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. മധ്യ ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളി നദി മുതൽ തീസ്ത വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. കാളി നദി മുതൽ തീസ്ത വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. നേപ്പാൾ ഹിമാലയം എന്ന് അറിയപ്പെടുന്ന ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ്. അപ്പം നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നത് മധ്യ ഹിമാലയമാണ്. ഈ നേപ്പാൾ ഹിമാലയം അതാ മധ്യ ഹിമാലയം അറിയപ്പെടുന്ന ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ്. അതുകൊണ്ടാണ് ഈ മധ്യ ഹിമാലയം നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നത്. മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. തീസ്ത നദിയുടെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ്. അത് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. മധ്യ ഹിമാലയം കാളി നദി മുതൽ തീസ്ത നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. നേപ്പാൾ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു. മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിം, മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തി സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. കുതിച്ചൊഴുകുന്ന തീസ്ത നദിയും അതിന്റെ നദീതീരത്തട്ടുകളും സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷതകളാണ്. അപ്പൊ സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാ? കുതിച്ചൊഴുകുന്ന തീസ്ത നദിയും അതിന്റെ തീരത്തട്ടുകളും സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷതകളാണ്. ഈ ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് തീസ്ത നദി എന്ന് പറയുന്നത്. ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചു. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. അപ്പൊ ഡാർജിലിംഗ് തേയില എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് കിഴക്കൻ ഹിമാലയത്തെ പറ്റിയാണ്. കിഴക്കൻ ഹിമാലയം പടിഞ്ഞാറ് ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം. അപ്പൊ പടിഞ്ഞാറ് ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം തീസ്ത നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. അവിടെ മുകളിൽ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പടിഞ്ഞാറ് ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം അല്ല. അപ്പൊ കിഴക്കൻ ഹിമാലയം എന്ന കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അരുണാചൽ പ്രദേശ് ഒക്കെ സ്റ്റേറ്റ്സ് ഒക്കെ ഉള്ള ആ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അസം ഹിമാലയം എന്ന് അറിയപ്പെടുന്ന ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് നംചബർവ. അപ്പൊ അസം ഹിമാലയം എന്നറിയപ്പെടുന്നത് കിഴക്കൻ ഹിമാലയമാണ്. ഈ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടിയാണ് നംചബർവ. അതിന്റെ ഉയരം കൊടുത്തിട്ടുണ്ട്. നംചബർവ കൊടുമുടിയുടെ ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7756 മീറ്റർ ആണ്. നംചബർവ കൊടുമുടിയുടെ ഉയരം 7756 മീറ്റർ ആണ്. പടിഞ്ഞാറ് ഹിമാലയത്തെ അപേക്ഷിച്ച് കിഴക്കൻ ഹിമാലയത്തിന് ഉയരം കുറവാണ്. കിഴക്കൻ ഹിമാലയം തീസ്ത നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. അസം ഹിമാലയം എന്നും അറിയപ്പെടുന്നു. കിഴക്കൻ ഹിമാലയം. ഈ മേഖലയിലെ പ്രധാന കൊടുമുടി ഏതാണ്? നംചബർവ കൊടുമുടിയാണ്. ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നംചബർവ കൊടുമുടിയുടെ ഉയരം 7756 മീറ്റർ ആണ്. ബോംഡില ചുരത്തിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ് പ്രധാന നദികൾ. ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ് പ്രധാന പോഷക. സുബൻസിരിയൊക്കെ ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസ്യമായി ബന്ധിപ്പിക്കുന്ന ബോംഡില, മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയ പ്രധാന ചുരങ്ങളാണ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസ്യമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബോംഡില ചുരമാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ബോംഡില ചുരം എന്താണ്? അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോംഡില ചുരം എന്ന് പറയുന്നത്. അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാ? ദിഫു. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബോംഡില ചുരം. അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ദിഫു തുടങ്ങിയ ഇവിടുത്തെ പ്രധാന ചുരങ്ങളാണ്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ബോംഡില ചുരം അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്നു. അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു ചുരം. അടുത്തത് പൂർവാചൽ കുന്നുകൾ. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം, വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകൾ പൂർവാചൽ കുന്നുകൾ എന്നറിയപ്പെടുന്നു. അപ്പൊ പൂർവാചൽ കുന്നുകൾ എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം, വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് കാണപ്പെടുന്നത്. അപ്പൊ
ഉയരം കുറഞ്ഞ കുന്നുകളായിട്ടാണ് കാണപ്പെടുന്നത്. ഏത് ഈ ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം, വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായിട്ടാണ് കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകൾ പൂർവാചൽ കുന്നുകൾ എന്നറിയപ്പെടുന്നുണ്ട്. ഇപ്പൊ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിന് പൂർവാചൽ മേഖലയിലെ ഒരു കുന്നിനും പ്രദേശം കൊടുത്തിട്ടുണ്ട്. ഈ പട്കായി ബൂം പൂർവാചൽ കുന്നുകളിൽ പെടുന്ന ഏതൊക്കെയാണ്? പട്കായി ബൂം, നാഗാ കുന്നുകൾ, മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. പട്കായി ബൂം, നാഗാ കുന്നുകൾ, മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് പൂർവാചൽ കുന്നുകളിൽ പെടുന്നവ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻഡ്ര എന്നീ പ്രദേശങ്ങൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ പൂർവാചൽ കുന്നുകളിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻഡ്ര എന്നീ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്താണ്. പൂർവാചൽ കുന്നുകളിലാണ്. പട്കായി ബൂം, നാഗാ കുന്നുകൾ, മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവ പൂർവാചൽ കുന്നുകളിൽ പെടുന്നതാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപ്പഞ്ചി, മൗസിൻഡ്ര എന്നീ പ്രദേശങ്ങൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പൂർവാചൽ കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ്. ഇനി മേഘാലയയിലെ വേരുകൊണ്ടുള്ള ഒരു പാലം, അതിന്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. വേരുകൊണ്ടുള്ള ഒരു പാലം. നദികൾ മുറിച്ചു കടക്കുന്നതിനായി മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലമായി ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തത് കേബിൾ ലംജാവോ, ചലിക്കുന്ന ദേശീയോദ്യാനം. കേബിൾ ലംജാവോ, ചലിക്കുന്ന ദേശീയോദ്യാനം വടക്കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിലാണ്, അതായത് മണിപ്പൂരിലാണ് ലോക്തക് തടാകം. ലോക്തക്കിലാണ് കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വടക്കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിലാണ്. മണിപ്പൂരിലെ ലോക്തക്കിലാണ് കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുണ്ടി എന്നറിയപ്പെടുന്നത്. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുണ്ടി. അപ്പോൾ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക് തടാകം എവിടെയാണ്? മണിപ്പൂരിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ലോക്തക്കിലാണ്. മണിപ്പൂരിലെ കേബിൾ ലംജാവോ ദേശീയോദ്യാനം എവിടെയാണ്? ഈ ലോക്തക്കിലാണ്. കേബിൾ ലംജാവോ ദേശീയോദ്യാനം ലോക്തക് തടാകത്തിലാണ്, മണിപ്പൂരില്. ഈ പുണ്ടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങൾ മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലോക്തക് തടാകം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിപ്പൂരിലാണ്. വടക്കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്തക്കിലാണ്, മണിപ്പൂരിലെ. കേബിൾ ലംജാവോ ദേശീയോദ്യാനം ഈ ലോക്തക് തടാകത്തിലാണ്. കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്. സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പുണ്ടികൾ ചേർന്നതാണ് കേബിൾ ലംജാവോ ദേശീയോദ്യാനം. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റംസർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇടം കൂടിയാണിത്. അപ്പൊ തണ്ണീർത്തട സംരക്ഷണത്തിനുള്ള റംസർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇടം കൂടിയാണ് ഈ ലോക്തക് തടാകത്തിലെ പുണ്ടികൾ എന്ന് പറയുന്നത്. സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പുണ്ടികൾ ചേർന്നതാണ് കേബിൾ ലംജാവോ ദേശീയോദ്യാനം. തണ്ണീർത്തട സംരക്ഷണത്തിനുള്ള റംസർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇടം കൂടിയാണിത്. ലോക്തക് തടാകത്തിലെ പുണ്ടികളുടെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലോക്തക് തടാകത്തിലെ പുണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന തുരുത്തുകളാണ്. കണ്ട, തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന തുരുത്തുകളാണ് പുണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് പറഞ്ഞത് കാലാവസ്ഥയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യക്കുമിടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം തീർക്കുന്നു. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വതച്ചെരുവുകളിലെ സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവസമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. കാലാവസ്ഥയെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതം. വടക്കൻ അതിരായിട്ട് നിലകൊള്ളുന്നത് ഹിമാലയ പർവ്വതമാണ്. തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യക്കുമിടയിൽ ഒരു കാലാവസ്ഥ വിഭാജകം തീർക്കുന്നു. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ ആ പ്രദേശത്തിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വതച്ചെരുവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. ഉയരം കുറഞ്ഞ പർവ്വതച്ചെരുവുകളിലെ സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും. ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ ലഡാക്കിലൊക്കെ തീവ്ര ശൈത്യമാണെന്ന് പറഞ്ഞിരിക്കുന്നത്.
സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും വടക്കുകിഴക്കൻ ഇന്ത്യയിലും തെക്കുപടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണമാണ്. അപ്പൊ സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും വടക്കുകിഴക്കൻ ഇന്ത്യയിലും തെക്കുപടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നത്. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്ന എവിടേക്കാ? സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും വടക്കുകിഴക്കൻ ഇന്ത്യയിലുമാണ് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നത്. പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണമാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാചല കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്തെ പെയ്തൊഴിയുന്നു. അതിനാൽ വടക്കുകിഴക്കൻ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. അതായത് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാചല കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. അതിനാൽ വടക്കുകിഴക്കൻ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. അപ്പൊ മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കാൻ കാരണം ഇതാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാചല കുന്നുകൾക്കും ഇടയിൽ എത്തുമ്പോൾ അവ ഏറെക്കുറെ മുഴുവൻ നീരാവി ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. അതിനാൽ വടക്കുകിഴക്കൻ ഇന്ത്യയില് ഇവിടെ മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇവിടെ വെള്ളച്ചാട്ടം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിരിക്കുക. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടം. നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പുറഞ്ഞ ശിലകൾ കൂടുതലായി അപരദന വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാൻ കാരണം. അപ്പൊ വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാൻ കാരണം എന്തുവാ? നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പുറഞ്ഞ ശിലകൾ കൂടുതലായി അപരദന വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളാൻ കാരണം. അപ്പൊ വെള്ളച്ചാട്ടം രൂപം കൊള്ളാൻ കാരണം ഇത് പഠിക്കണം. വി രൂപ താഴ്വര എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിലെ അപരദനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളാൽ ചരിഞ്ഞ വശങ്ങളോടുകൂടിയ നദീ താഴ്വരകൾ രൂപപ്പെടുന്നു. ഇവ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വി അക്ഷരത്തിനോട് സാദൃശ്യമുള്ളതിനാൽ വി രൂപ താഴ്വര എന്നറിയപ്പെടുന്നു. അപ്പൊ വി അക്ഷരത്തിനോട് സാദൃശ്യമുള്ളത് കൊണ്ടാണ് അത് വി രൂപ താഴ്വര എന്നറിയപ്പെടുന്നത്. അതായത് നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം വീതി വർദ്ധിക്കുന്നുണ്ട്. അപരദനം നടക്കുമ്പോൾ നദി ഇങ്ങനെ ഒഴുകുമ്പോൾ അവയുടെ വശങ്ങളിലെ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിലെ അപരദനം മൂലം ആഴവും വർദ്ധിക്കുക. അടിത്തട്ടിലെ അപരദനം മൂലം നദിയുടെ ആഴവും വർദ്ധിക്കുന്നു. ഈ പ്രവർത്തനങ്ങളാൽ ചരിഞ്ഞ വശങ്ങളോടുകൂടിയ നദീ താഴ്വരകൾ രൂപപ്പെടുന്നു. ഈ രണ്ട് പ്രവർത്തനം മൂലവും ചരിഞ്ഞ വശങ്ങളോടുകൂടിയ നദീ താഴ്വരകൾ രൂപപ്പെടുന്നു. ഇവ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വി അക്ഷരത്തിനോട് സാദൃശ്യമുള്ളതിനാൽ വി രൂപ താഴ്വര എന്നറിയപ്പെടുന്നു. അതായത് അപരദനം രണ്ട് രീതി നടക്കുന്നു. അപ്പൊ ഈ രണ്ട് അപരദനം നടക്കുമ്പോഴും നദിയിൽ എന്ത് സംഭവിക്കുന്നു? ചരിഞ്ഞ വശങ്ങളോടുകൂടി നദീ താഴ്വരകൾ രൂപപ്പെടുന്നു. ഇവ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വി അക്ഷരത്തിനോട് സദൃശ്യമുള്ളതിനാലാണ് വി രൂപ താഴ്വര എന്നറിയപ്പെടുന്നത്. നദീവ്യവസ്ഥയെ പറ്റി പഠിക്കാനുള്ള അടുത്ത നദീവ്യവസ്ഥ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നാണ് ഹിമാലയ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത്. അപ്പൊ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നാണ് ഹിമാലയ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത്. ഹിമാലയ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ അവയുടെ പോഷക നദികളും ചേർന്നാണ്. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ്. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ്. അപ്പൊ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാവാൻ കാരണം എന്തോ? മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാലാണ്. പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത്. സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതിമാറിയ ഒഴുകലും സാധാരണമാണ്. ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ വീരൂപ താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾക്കുള്ളത്. സമതല പ്രദേശങ്ങളിലാണെങ്കിൽ വെള്ളപ്പൊക്കവും ഗതിമാറിയ ഒഴുകലും ഇതിന് സാധാരണമാണ്. ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ വീരൂപ താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. പർവ്വത ഭാഗങ്ങളിൽ ഈ സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയും വീരൂപ താഴ്വരകളും ഗിരികന്ധരങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്നുണ്ട്. ഇത്രയും ഈ ചാപ്റ്ററിൽ എടുക്കാം. ഇതിന്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. ഇത് ലെങ്തി ചാപ്റ്റർ ആണ്. കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എല്ലാ പോയിന്റ്സും പഠിക്കാനുള്ളതാണ്. ന്യൂ SCERT-യിൽ ഇപ്പൊ ധാരാളം ക്വസ്റ്റ്യൻസ് PSC ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നടക്കുന്ന എക്സാമിനും 10th പ്രിലിംസിന് ഈ ചാപ്റ്റർ ഒക്കെ വായിച്ചിട്ട് പോകണം. ഇതിന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.